രാജ്യത്ത് ശുദ്ധമായ ഇന്ധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗോബർധൻ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിസഭ. 10 വർഷത്തിനകം കംപ്രസ്ഡ് ബയോഗ്യാസിനെ പ്രധാന ഊർജ്ജ സ്രോതസ്സുകളിൽ ഒന്നാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. 23,731 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. കൃഷിയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ, ചാണകം, ജൈവ മാലിന്യങ്ങൾ എന്നിവ സംസ്കരിച്ച് ശുദ്ധമായ ഇന്ധനം കൂടാതെ ജൈവവളം എന്നിവ ഉൽപ്പാദിപ്പിക്കും. ഇതിലൂടെ ഗ്രാമീണ മേഖലകളിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കാനും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഗാർഹികമായുള്ള കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപാദനം 10 മടങ്ങായി വർദ്ധിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് മുഴുവൻ വാങ്ങുമെന്ന ഉറപ്പ് നൽകുക, ഗ്യാസിന് ന്യായമായ സ്ഥിരത അല്ലെങ്കിൽ സ്ഥിരവില, പുതിയ പ്ലാന്റുകൾ തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കുക, കൂടാതെ പൈപ്പ് ലൈൻ വികസനം, വായ്പാ സഹായം, ജില്ലാ തലത്തിൽ ഫണ്ട് ഉറപ്പാക്കുക എന്നിങ്ങനെ പ്രധാനമായും 6 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി സിറ്റി ഗ്യാസ് വിതരണ കമ്പനികൾ തങ്ങളുടെ CNG അതോടൊപ്പം തന്നെ PNG വിതരണത്തിൽ CBGയും കലർത്തണം. 2026-27 വർഷത്തിൽ 3%, 2027-28 വർഷത്തിൽ 4%, 2029-30 വർഷത്തിൽ 5%-ആയും ഇത് ഉയർത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശത്തിൽ പറയുന്നത്. ഉൽപാദകർക്ക് കുറഞ്ഞത് 10 വർഷത്തേക്ക് MMBTയുടെ ഒന്നിന് 2,100 രൂപ എന്ന നിരക്കിൽ വരുമാനവും സർക്കാർ ഉറപ്പാക്കും. മാത്രമല്ല, 1 ടൺ ഉൽപാദന ശേഷിക്ക് 2 കോടി രൂപ വരെ ഗ്രീൻഫീൽഡ് CBG പദ്ധതികൾക്കായി ലഭ്യമാകും. E20 എത്തനോൾ പദ്ധതിയിൽ പെട്രോളിൽ 20% എത്തനോളാണ് കലർത്തുന്നത്. അതുപോലെ തന്നെ പമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ബയോഗ്യാസിലും CBG സാന്നിധ്യം കൂടുതലായിരിക്കും. CBGയും ശുദ്ധ ഊർജ്ജമായതിൽ എഞ്ചിനിലും വാഹനങ്ങളുടെ ഘടനയിലുമൊന്നും കാര്യമായ മാറ്റം വരുത്തേണ്ടതില്ല. അതിനാൽ CNG കാറുകളിലും ഓട്ടോകളിലുമെല്ലാം ഇത് ധൈര്യമായി തന്നെ ഉപയോഗിക്കാം. പൈപ്പ് ലൈൻ അടക്കം വിതരണ മാർഗങ്ങളിലും വിപുലീകരിക്കുന്നതോടെ മെച്ചപ്പെട്ടതും സ്ഥിരമായതുമായ ഒരു വിതരണവും ഉറപ്പാക്കാനാകും. ആഭ്യന്തര തലത്തിൽ പുനരുപയോഗ ഊർജ്ജം കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനങ്ങളോടുള്ള ഒരു ആശ്രിതത്വം കുറയ്ക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ ഗോബർധൻ പദ്ധതിയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗതാഗത, ഗാർഹിക, വ്യവസായ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ അത് നിറവേറ്റാനും ഇതിലൂടെ സാധിക്കും. 3%, 2027-28 4%, തുടർന്നുള്ള വർഷങ്ങളിൽ 5% വീതം ബയോ CNG നിർബന്ധമായും കലർത്തണം. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ അളവ് കുറയ്ക്കാനും കാർബൺ മലിനീകരണം തടയാനും ഇതിലൂടെ സാധിക്കും. അങ്ങനെ പെട്രോളും ഡീസലിനും ഒക്കെ E20ക്കുമൊക്കെ മുകളിലായിട്ട് ഒരു ബയോഗ്യാസ് സംവിധാനം കൂടി വരുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഡൽഹിയിലടക്കം നമുക്കറിയാം, ഈ ദീപാവലിയൊക്കെ സമയത്തായിരുന്നാലും അല്ലാത്തപ്പോഴുമൊക്കെ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള പുക മലിനീകരണങ്ങൾ വലിയ രീതിയിലുണ്ട്. അത് ജനങ്ങൾക്ക് പലതരത്തിലുമുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള, ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട്. അങ്ങനെ പ്രകൃതി മൊത്തത്തിൽ മലിനീകരണമായിരിക്കുന്ന ഒരു സാഹചര്യം, അതിനെയൊക്കെ മൊത്തത്തിൽ മാറ്റുക, പ്രകൃതിയിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു വായുസഞ്ചാരം, ശുദ്ധമായ വായുസഞ്ചാരം കിട്ടുക എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഈ പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളുടെ ഒരു പരിധി ഒന്ന് കുറയ്ക്കുക. അതിനുവേണ്ടിയാണ് E20 അല്ലെങ്കിൽ ഇപ്പോൾ ബയോഗ്യാസ് സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് വാഹനങ്ങളൊക്കെ ഓടിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.